ചങ്ങായിമാര നമ്മൾ അൻസാരി ഉസ്താദിന് വെറുതെ പോയി ചൊറിഞ്ഞ സംഘി ഭാരതീയനില്ലേ, ഭാരതീയന് നമ്മൾ അൻസാരി ഉസ്താദ് വയറ് നിറയെ കൊടുത്ത്. മിനിഞ്ഞാന്നുണ്ടായ വെടിക്കെട്ട് അപകടത്തിൽ മരണപ്പെട്ടവർക്ക് യൂസഫ് അലി സാർ ധനസഹായം ചെയ്തിരുന്നല്ലോ. അതിനെക്കുറിച്ച് നമ്മൾ അൻസാരി ഉസ്താദ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഹിന്ദുവിനെ ഉണർത്താൻ നടക്കുന്ന ചാണകങ്ങളായ വിശകലയും മാർവി ബാബുവും പ്രതീഷ് വിശ്വനാഥെന്നും ആ പാവപ്പെട്ടവർക്ക് മരണപ്പെട്ടവർക്ക് ഒരു രൂപ പോലും സഹായിച്ചിട്ടില്ലോ എന്ന് അൻസാരി ഉസ്താദ് നല്ലോണം കൊടുത്തിരുന്നു. ആ ചാണക സംഖ്യകൾ അൻസാരി ഉസ്താദ് വിമർശിച്ചതാണ് നമ്മൾ ഈ ചാണകത്തിന്, നമ്മൾ ഈ ഭാരതീയന് വല്ലാണ്ടങ്ങ് കുരുപൊട്ടിയത്. എന്നിട്ട് കുരുപൊട്ടിക്കൊണ്ട് ഈ ഭാരതീയൻ വീഡിയോ ചെയ്തിട്ട് പറയുന്നത് അൻസാരി ഉസ്താദ് ഹിന്ദുക്കളെയാണ് വിമർശിച്ചതെന്ന്. എന്റെ സംഘി ഭാരതീയ അൻസാരി ഉസ്താദ് ഉണ്ടല്ല, ഹിന്ദുക്കളെ ഒന്നും പറഞ്ഞിട്ടില്ല, സംഘികളെ മാത്രമാണ് അൻസാരി ഉസ്താദ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നമുക്ക് ആദ്യം തന്നെ കുരുപൊട്ടിക്കൊണ്ട് ഈ ഭാരതീയൻ ചെയ്ത ഉസ്താദിനെതിരെ ചെയ്ത വീഡിയോ നമുക്ക് ആദ്യം കാണാം. അതിനുശേഷം അൻസാരി ഉസ്താദ് ഈ ഭാരതീയൻ എന്ന സംഘിക്ക് കൊടുക്കുന്ന അടിപൊളി മറുപടിയും കേൾക്കാം. തൃശൂർ വെടിക്കെട്ട് ദുരന്തം മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് 1 ലക്ഷം രൂപയും പരിക്കേറ്റവരുടെ കുടുംബങ്ങൾക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ച ബഹുമാനപ്പെട്ട എം.എ. യൂസഫ് അലി സാഹിബ്, അല്ലാഹു തആല അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യ ദീർഘായുസ്സും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എന്റെ ഒരേ ഒരു ചോദ്യമുള്ളൂ. ശശികല ടീച്ചർ, ആർ.വി. ബാബു, വിദ്യാസാഗർ ഗുരുമൂർത്തി, ലക്ഷ്മി കാനത്താന്റെ കോനത്ത്, അതുപോലെ തന്നെ പ്രതീഷ് വിശ്വനാഥ് അടക്കമുള്ള സോഷ്യൽ മീഡിയയിൽ രാവും പകലും ഹിന്ദുവിനെ ഉണർത്താനും ഉയർത്താനും വേണ്ടി നടക്കുന്ന മനുഷ്യരെ ലക്ഷക്കണക്കിന് ആളുകൾ നിങ്ങളുടെ മെമ്പർമാരായിട്ടില്ലേ? ഈ മരണപ്പെട്ടതിൽ ഒരാൾ പോലും മുസൽമാനോ ക്രിസ്ത്യാനിയോ ഇല്ല. എന്തിനാ അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ കഷ്ടപ്പെടുന്ന അധ്വാനിക്കുന്ന പൈസ ഏതെങ്കിലും മുസൽമാൻ ക്രിസ്ത്യാനിക്ക് പോകണമെന്ന ടെൻഷനും വേണ്ട. ഈ മരണപ്പെട്ട പാവങ്ങളുടെ കുടുംബത്തിന് നിങ്ങളുടെ വക എന്തെങ്കിലും ഉണ്ടോ? എന്തൊക്കെ ജാതി മനുഷ്യരാണ് നമുക്ക് ചുറ്റിനുള്ളത് അല്ലേ? ഒരു മഹാദുരന്തത്തിന്റെ കിതപ്പിൽ നിന്ന് മാറാതെ കേരളത്തിലെ എല്ലാ ജനങ്ങളും പൊട്ടിക്കരയുന്ന ഈ നിമിഷത്തിൽ ഇതുപോലെ നാണം കെട്ട ഒരു പരിപാടി കാണിക്കാൻ ഇവമാക്കല്ലാതെ വേറെ ആർക്കും കഴിയില്ല. എം.ഐ. യൂസഫ് അലി എന്റെ മതത്തിൽപ്പെട്ട ആളാണ്, അവൻ കൊടുത്തു, ബാക്കിയുള്ളവരൊക്കെ എന്ത് കൊടുത്തു എന്ന് ചോദിക്കുന്ന ഈ നികൃഷ്ടമായ ജന്മത്തെ മലയാളികൾ മനസ്സിലാക്കേണ്ടതാണ്. ഒരു വലിയ അപകടമുണ്ടായി, അവിടെ എം.ഐ. യൂസഫ് അലി എന്ന മനുഷ്യൻ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നത് ചെയ്തു. ചെയ്യാൻ പറ്റുന്നവർ ചെയ്യും, അതിന് ഗതിയില്ലാത്തവർ എന്ത് ചെയ്യാനാണ്? അവിടെയും മതം നോക്കി സംസാരിച്ച് ഹിന്ദുക്കളായവർ അവിടെ ഒന്നും ചെയ്യുന്നില്ല, അവിടെ ചെയ്യുന്നത് മുഴുവൻ ഞമ്മന്റെ ആൾക്കാരാണെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുന്ന ഇവർ ചെയ്യുന്ന പ്രവൃത്തി അങ്ങേയറ്റം മൃഗീയമാണ്. ആ ഒരു അപകടത്തിൽ കേരള സർക്കാർ അവരെ സഹായിക്കുന്നു, പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും അവരെ സഹായിക്കുന്നു. കേരളം മാത്രമല്ല, ഇന്ത്യ ഒട്ടാകെ സങ്കടത്തിലായിരിക്കുന്ന ഈ ദിവസത്തിൽ അവസരം മുതലാക്കി വീഡിയോ ചെയ്യുന്ന ഇവനെ പോലെയുള്ള നരാധമന്മാരെ നിങ്ങൾ തിരിച്ചറിയണം. ഇവർ സമാധാനം എന്ന പേരിൽ വിഷം പകർത്തുകയാണ്. ഇവന്റെ എല്ലാ വീഡിയോയും കണ്ടു മനസ്സിലാക്കേണ്ടതാണ്. എടാ വേട്ടാവളിയൻ സംഘി, മനസ്സിൽ അന്യമത വിദ്വേഷം മാത്രം കൊണ്ടുനടക്കുന്ന ചാണക സംഘി, നീ ഇപ്പൊ ഇയാളെന്ന് വിളിച്ചില്ലേ അൻസാരി ഉസ്താദിന? അദ്ദേഹത്തിന്റെ വീഡിയോ ഉണ്ടല്ല, നീ കൃത്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ നീ ഉണ്ടല്ല അൻസാരി ഉസ്താദിന പിന്നെ ഒരിക്കലും ഉണ്ടല്ല ഇയാളെന്ന് വിളിക്കില്ല, അദ്ദേഹം എന്ന് മാത്രമേ വിളിക്കൂ. ചിലപ്പോൾ ഉണ്ടല്ല നീ അൻസാരി ഉസ്താദിന്റെ വീഡിയോ കൃത്യമായിട്ട് കാണുന്ന ഒരാളായിരിക്കും, അതായിരിക്കും നിനക്ക് ഇത്ര കുരുപൊട്ടുന്നത്. കാരണം അൻസാരി ഉസ്താദ് ഒരുപാട് പാവപ്പെട്ട ഹിന്ദുക്കളെ സഹായിക്കാൻ വേണ്ടി വീഡിയോ ചെയ്യുന്നുണ്ട്. അതാണല്ലോ നിന്നെപ്പോലത്തെ ചാണക സംഖ്യക്ക് അൻസാരി ഉസ്താദിനോട് ഇത്രമാത്രം കുരുപൊട്ടുന്നത്. നീയൊക്കെയാണെങ്കിൽ ഒരു പാവപ്പെട്ട ഹിന്ദുവിനെ സഹായിക്കൂല, ആരെങ്കിലും ഹിന്ദുവിനെ സഹായിക്കാൻ പോകുമ്പോഴേക്കും നിന്നെപ്പോലത്തെ ചാണക സംഖ്യ വന്നിട്ട് അവിടെ വർഗീയത ഉണ്ടാക്കും. എന്നിട്ട് ആ സഹായം പരമാവധി മുടക്കാനും നോക്കും. അതൊക്കെയല്ലേ നിന്നെ കൊണ്ടൊക്കെ പറ്റൂ. എന്തായാലും നമുക്ക് ഈ ചാണക സംഖ്യക്ക്, കുരുപൊട്ടിയ ചാണക സംഖ്യക്ക് അൻസാരി ഉസ്താദ് കൊടുത്ത ആ അടിപൊളി മറുപടി ഒന്ന് കേട്ടിട്ട് വന്നാലോ? അസ്ത്രം കണക്കൊരു ചോദ്യം തൊടുത്തുവിടുകയും യഥാവിധി യഥാക്രമം യഥാസ്ഥാനത്ത് അത് കൊള്ളുകയും കുണ്ടവൻ കിടന്ന് വട്ടം തിരികെയും ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു മാനസിക സംതൃപ്തി ഉണ്ടല്ലോ, അങ്ങനത്തെ രസകരമായ ഒരു വീഡിയോ ആണ് ഇവിടെ പങ്കുവെക്കുന്നത്. ഇവന്റെ ഈ വിഭ്രാന്തി ഒന്ന് കണ്ടു. തൃശൂർ വെടിക്കെട്ട് ദുരന്തം മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് 1 ലക്ഷം രൂപയും പരിക്കേറ്റവരുടെ കുടുംബങ്ങൾക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ച ബഹുമാനപ്പെട്ട എം.എ. യൂസഫ് അലി സാഹിബ്, അല്ലാഹു തആല അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യ ദീർഘായുസ്സും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എന്റെ ഒരേ ഒരു ചോദ്യമുള്ളൂ. ശശികല ടീച്ചർ, ആർ.വി. ബാബു, വിദ്യാസാഗർ ഗുരുമൂർത്തി, ലക്ഷ്മി കാനത്താന്റെ കോനത്ത്, അതുപോലെ തന്നെ പ്രതീഷ് വിശ്വനാഥ് അടക്കമുള്ള സോഷ്യൽ മീഡിയയിൽ രാവും പകലും ഹിന്ദുവിനെ ഉണർത്താനും ഉയർത്താനും വേണ്ടി നടക്കുന്ന മനുഷ്യരെ ലക്ഷക്കണക്കിന് ആളുകൾ നിങ്ങളുടെ മെമ്പർമാരായിട്ടില്ലേ? ഈ മരണപ്പെട്ടതിൽ ഒരാൾ പോലും മുസൽമാനോ ക്രിസ്ത്യാനിയോ ഇല്ല. എന്തിനാ അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ കഷ്ടപ്പെടുന്ന അധ്വാനിക്കുന്ന പൈസ ഏതെങ്കിലും മുസൽമാൻ ക്രിസ്ത്യാനിക്ക് പോകണമെന്നുള്ള ടെൻഷനും വേണ്ട. ഈ മരണപ്പെട്ട പാവങ്ങളുടെ കുടുംബത്തിന് നിങ്ങളുടെ വക എന്തെങ്കിലും ഉണ്ടോ? എന്തൊക്കെ ജാതി മനുഷ്യരാണ് നമുക്ക് ചുറ്റിനുള്ളത് അല്ലേ? ഒരു മഹാദുരന്തത്തിന്റെ കിതപ്പിൽ നിന്ന് മാറാതെ കേരളത്തിലെ എല്ലാ ജനങ്ങളും പൊട്ടിക്കരയുന്ന ഈ നിമിഷത്തിൽ ഇതുപോലെ നാണം കെട്ട ഒരു പരിപാടി കാണിക്കാൻ എന്റെ പൊന്നാര ഭാരതിയ, നിന്റെ ഈ മാനവികമായ സംസാരം കേട്ടിട്ട് എനിക്ക് അങ്ങോട്ട് വല്ലാത്ത ചിരിയും എന്ത് പറയണമെന്ന് അറിയാൻ വയ്യ. നിങ്ങൾ ഈ ഞാൻ ഭാരതി എന്ന് പറഞ്ഞ പേജ് എടുത്ത് നോക്കി. ഇന്ന് വരെ സ്വന്തം സമുദായത്തിൽപ്പെട്ട ഒരു കുഞ്ഞുകുട്ടിക്കെങ്കിലും നാരങ്ങാ മുട്ടായിയുടെ ഗുണം ഉപകാരപ്പെടുന്ന ഉപയുക്തമാകുന്ന ഒരു വാക്കും പറഞ്ഞിട്ടുണ്ടോന്ന്? പച്ച വർഗീയതയല്ലാതെ രാവും പകലും മുസ്ലിം എന്നല്ലാത്ത ഒരു വർത്താനം അവന്റെ വായിന്ന് വരത്തില്ല. അവൻ പറയാണ് കരഞ്ഞു. നീ എന്തിനാ കരയുന്ന? എടാ, എന്തെങ്കിലും ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്തു കൊടുക്കുക. കരയുന്നതിനേക്കാൾ പ്രസക്തി അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കല, അല്ല കരയുന്നതിനല്ല. ഇവൻ എന്നിട്ട് പറയുന്ന ഒരു ഡയലോഗ് കിട്ടണേ എനിക്ക് ഭയങ്കര അത്ഭുതം വന്നു. അവിടെയാണ് നമ്മൾ പിടിക്കേണ്ടത്. എം.ഐ. യൂസഫ് അലി എന്ന മനുഷ്യൻ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നത് ചെയ്തു. ചെയ്യാൻ പറ്റുന്നവർ ചെയ്യും, അതിന് ഗതിയില്ലാത്തവർ എന്ത് ചെയ്യാനാണ്? ഞാൻ കരഞ്ഞു പോയി. ഗതിയില്ലാത്തവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ എം.എ. യൂസഫ് അലിനെ പോലുള്ള സമ്പന്നന്മാരായ ആളുകളൊക്കെ സഹായിക്കും, ഓക്കെ ശരി. പക്ഷെ ഗതിയില്ല. എടാ, എങ്ങനെ ഗതി പിടിക്കൂടാ? എങ്ങനെ നീയൊക്കെ പണിക്ക് പോടാ ഭാരതീയ? നീ വല്ല പണിക്ക് പോവ്. നീ രാവും പകലും 90 ഡിഗ്രി ഇങ്ങനെ ചരിഞ്ഞു കിടന്നിട്ട്
നിന്റെ അതേ മനോവിഭ്രാന്തിയുള്ള മനുഷ്യന്മാർക്ക് ഈ വർഗീയത കുത്തിത്തിരിക്കുന്നതല്ലാതെ എടാ സോഷ്യൽ മീഡിയക്ക് അപ്പുറം ഒരു ലോകമുണ്ട്, അവിടെ മനുഷ്യരുണ്ട്, എല്ലാ തരം മനുഷ്യരുണ്ട്, അവരെ കേൾക്കാനും കാണാനും ഒക്കെ നീ പുറത്തോട്ടിറങ്ങി. നീ ഇങ്ങനെ ചരിഞ്ഞു കിടന്നിട്ട് രാവും പകലും നിന്റെ വിചാരം നീ എങ്ങാണ്ട് ഇങ്ങനെ ഈ സ്വിച്ച് ഇടുമ്പോഴാണ് ഈ ലോകം മൊത്തം തിരിയുന്നത്, ഈ രാജ്യം മൊത്തം തിരിയുന്ന ഒരു ഭാവന നിനക്കുണ്ട്. നീ അത് മാറ്റി വെച്ചിട്ട് നിന്നെ സംബന്ധിച്ചിടത്തോളം നിനക്ക് നിന്റെ സമുദായത്തോട് സ്നേഹമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു നന്മ നീ ചെയ്യും. പിന്നെ ഞാൻ അവസാനമായി പങ്കുവച്ച വീഡിയോ ഏതാണെന്ന് ഭാരതീയൻ അറിയോ? നീ കണ്ടു നോക്ക്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ₹1 1 രൂപ തന്ന് സഹായിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ, അല്ലാത്തവർ പോസ്റ്റ് ഒന്ന് ഷെയർ ചെയ്താലും മതി. ഞങ്ങളുടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന എന്റെ സമീപത്തിരിക്കുന്ന ചന്ദ്രപ്പൻ ചേട്ടനാണ്. ഇദ്ദേഹത്തിന്റെ മകൾ ശ്യാമ 28 വയസ്സുകാരിയാണ്. ഇരു വൃക്കകളും തകരാറിലായി പോയി. വലിയ വിഷമത്തിലാണ് ശ്യാമിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് കാണുന്നത്. എന്റെ സമീപം നിൽക്കുന്നതാണ്, അവർക്ക് കിട്ടി കൊടുക്കാവുന്ന സന്നദ്ധമായിട്ടുണ്ട്. ആലപ്പുഴയുടെ വടക്കേ അറ്റമായ അരൂർ ഗ്രാമപഞ്ചായത്തിലെ ഒരു കുഗ്രാമത്തിൽ ജീവിക്കുന്ന ശ്യാമ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് വേണ്ടി അവർ ആലപ്പുഴയുടെ വടക്കേ ഭാഗമായ ഹരിപ്പാട് ഭാഗത്ത് ഒരു കുഗ്രാമത്തിൽ ജീവിക്കുന്ന എന്നെ വിളിക്കണമെങ്കിൽ, മുസൽമാനായി എന്നെ വിളിക്കണമെങ്കിൽ, പക്ഷെ അവർക്ക് ആദ്യഘട്ടം അവർക്ക് ആലോചിച്ചുകൂടെ? ഭാരതീയനെ പോലുള്ള സമുദായത്തോട് അങ്ങേയറ്റം ഉത്തരവാദിത്തവും പ്രതിബദ്ധതയുള്ള നിങ്ങളടക്കമുള്ള ശശികല അടക്കമുള്ള അറിവ് വിളിച്ചൂടെ? എന്തുകൊണ്ട് അവരങ്ങനെ വിളിക്കുന്നതെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ആ മനുഷ്യർ, ആ വിശാലതയുള്ള മനുഷ്യർക്ക് ഒരു പ്രതീക്ഷയുണ്ടെന്നേ. എന്റെ ഭാരതീയ, ഇന്ന് വ്യാഴാഴ്ച, നാളെ വെള്ളിയാഴ്ച, ഞാൻ എന്റെ അഡ്രസ്സ് തരാം, നീ എന്റെ പള്ളിയുടെ വാതിൽക്ക് വന്ന് നിൽക്ക്. ഒരു വെള്ളിയാഴ്ച കഴിയുമ്പോഴത്തേക്ക് എത്ര സഹോദര സമുദായത്തിൽപ്പെട്ടവർ വന്നിട്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്നുള്ള ഇവിടെ അഭ്യർത്ഥന അവർ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെന്നത്. അപ്പം ഭാരതീയ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അങ്ങനെ ഒരു ശ്യാമേനെ സഹായിക്കാൻ വേണ്ടി പോയതിന്റെ ഗമയല്ല ഈ പറയുന്നത്. എന്റെ കോൺഫിഡൻസ് എന്താണെന്ന് അറിയാമോ? ഈ മുസ്ലിം സമുദായത്തിൽ എനിക്കൊരു പ്രതീക്ഷയുണ്ട്. ഞാൻ ആർക്കു വേണ്ടിയെങ്കിലും, അയാൾ രോഗിയാണ്, പ്രയാസം അനുഭവിക്കുന്നവരാണ്, എന്തൊരു സഹായം ചോദിക്കുമ്പോൾ 90%, അതിന്റെ ഹിസ്റ്ററി പരിശോധിച്ചാൽ മനസ്സിലാവും, 90% മുസ്ലിങ്ങൾ അതിനൊപ്പം നിൽക്കും. എന്തുകൊണ്ടാണ്? മുസ്ലിം സമുദായത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷയും മുസ്ലിം സമുദായത്തിന് ഏറ്റവും വളരെ മഹത്തരമായ ഒരു കർമ്മമായി പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ദാനധർമ്മം. അവർ ചെയ്യുമെന്നുള്ള പ്രതീക്ഷ. അത് ഞാൻ പറയണ്ട, എത്രയോ വീഡിയോ ഞാൻ പങ്കുവച്ചിട്ടുണ്ട്. സഹോദര സമുദായത്തിൽപ്പെട്ടവർ, ഞങ്ങളിതിന്റെ ഗമ പറയുകയല്ല, നിങ്ങളെ ജനങ്ങൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. നിങ്ങളെ കൊണ്ട് നയാ പൈസയുടെ ഗുണം സമൂഹത്തിലില്ല എന്ന് ജനങ്ങൾക്കറിയാം. ഇപ്പൊ തന്നെ വയനാട് ദുരന്തത്തിന്റെ ഉദാഹരണം ഞാൻ ചോദിച്ചല്ലോ. മുസ്ലിം ലീഗ് കൊടുത്ത, നിങ്ങൾ ഒരു രാജ്യം ഭരിക്കുന്ന പാർട്ടിയല്ലേ, മുസ്ലിം ലീഗ് ചെയ്തതുപോലെയെങ്കിലും നിങ്ങൾ മുസ്ലിം ലീഗിലെ അംഗങ്ങളെക്കാൾ കൂടുതൽ ഈ രാജ്യത്തുള്ള ആരാ? നിങ്ങളല്ലേ. നിങ്ങൾ ₹1 വെച്ച് നിങ്ങൾ പിരിച്ചാൽ എത്ര കിട്ടും? നമ്മുടെ മലയാളികളല്ലേടാ. മുസ്ലിമീങ്ങളെ അങ്ങ് വിട്. സമുദായത്തിൽപ്പെട്ടവർക്കെങ്കിലും നിങ്ങൾ ഗുണം ചെയ്യും. ഈ പറയപ്പെട്ട വർഗീയതയും വിദ്വേഷം അല്ലാതെ എന്തെങ്കിലും ഒരു നന്മ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ടോ? ഒന്ന് ചിന്തിക്കണ ഭാരതീയ. നീ ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഞാൻ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ചിന്തിക്ക്, എന്റെ ജീവിതം കൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരു നന്മ സമൂഹത്തിൽ ചെയ്തിട്ടുണ്ടോന്ന്. എടാ, ഈ വർഗീയതയും കുത്തിത്തിരിപ്പും കൊണ്ടും നീ ഇന്ന് വരെ ഒരു കുഴിമന്തിയുടെ ടേസ്റ്റ് അറിഞ്ഞിട്ടുണ്ടാ? നീ കുഴിമന്തി കഴിച്ചിട്ടുണ്ടാവും, പക്ഷെ കുഴിമന്തി ടേസ്റ്റ് അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ? നിന്നെ സംബന്ധിച്ചിടത്തോളം നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്നത് എന്റെ ലൈഫാണ്. മനസ്സിലായില്ല? ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിന്റെ കമന്റ് ബോക്സിൽ സഹോദര സമുദായത്തിൽപ്പെട്ടവർ വന്ന് അഭിനന്ദിക്കുകയും ആശീർവദിക്കുകയും ശരിയാണെന്ന് പറയുകയും ചെയ്യുമ്പോൾ നിന്നെ അസ്വസ്ഥപ്പെടുത്തുകയാണ്. നീ കക്കൂസ് 2 ദിവസം 2 മിനിറ്റ് സമാധാനം ഇട്ടിരുന്നുണ്ട്. ഇരിക്കത്തില്ല, നീ ഇരിക്കാൻ പറ്റത്തില്ല നിനക്ക്. എടാ, അതുകൊണ്ട് ഭാരതീയായി മനസ്സിൽ നീ കറയും വെറുപ്പൊക്കെ കള, എന്നിട്ട് മനുഷ്യനായിട്ട് ജീവിക്കടാ. 1 വീതം 3 നേരം നീയൊക്കെ എന്നെ ജിഹാദി, വർഗീയവാദി, സുഡാപ്പി, മറ്റേത് മറിച്ചെന്ന് വിളിച്ചാൽ ഇതിന്റെ ഒരു വേല. ആരിഫ് ഹുസൈൻ ചുമ്മാ നടന്നൊരു ഫോട്ടോ ഇടുക, ഇതാ കണ്ട, ഇവൻ ഭീകരവാദിയാണ്. എന്റെ ഭാരതി, നിന്റെയൊക്കെ ഊർജ്ജം വെറുതെ പോയി പോകും. അതുകൊണ്ട് അവനവന് എന്തെങ്കിലുമൊക്കെ അടയാളപ്പെടുത്താൻ പറ്റുന്ന നന്മ ഇവിടെ അവസാനിപ്പിച്ചിട്ട് പോകും. എന്റെ അൻസാരി ഉസ്താദെ, അവനോടൊന്നുണ്ടല്ലോ നന്മ ബാക്കി വെച്ചിട്ട് പോകാൻ പറയില്ലേ. അവന്റെ ജീവിതത്തിൽ ഇതുവരെ നന്മ എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് അവനൊന്നും കണ്ടിട്ടേയില്ല. ഇവനൊക്കെ ആകെ കണ്ടത് പച്ച വർഗീയതയും ചാണകവും മാത്രം ഇവനൊക്കെ ഇവന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടുള്ളൂ. എന്തിന് അൻസാരി ഉസ്താദ്, ഒരു കൊച്ചു പെൺകുട്ടി നമ്മൾ അഖിൽമാരാതെ ട്രോളിക്കൊണ്ടൊരു വീഡിയോ ചെയ്തിന്, ആ പെൺകുട്ടിയുടെ വീഡിയോ എടുത്തിട്ട് മോശം പറഞ്ഞൊരു വേട്ടാവളിയും ചാണക സംഖ്യയാണ് ഇവൻ. ആ ഇവനിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒരു നന്മ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്തായാലും അൻസാരി ഉസ്താദ് ഉണ്ടല്ലോ, കൊടുക്കണ്ടടുക്ക തന്നെ കൊടുത്ത്, നല്ലത് തന്നെ കൊടുത്ത്. എന്തായാലും ഈ വട്ടാവളിയാ സംഖ്യ അടുത്ത വീഡിയോ ആയിട്ട് ഉസ്താദിനെ കുറ്റം പറഞ്ഞിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരുമെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ വന്നെങ്കിൽ നമുക്ക് വീണ്ടും നല്ലത് ഇതിന് കൊടുക്കാം. എന്തായാലും ചാണക സംഖ്യ ഭാരതീയനെ കണ്ടം വഴിയോടിച്ച അൻസാരി ഉസ്താദിനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.